നിങ്ങളുടെ അപ്പുറത്തേക്ക് വേദനിക്കുന്ന കുടുംബമാണ്. സീരിയസ്ലി നിങ്ങളുടെ കുടുംബം അങ്ങനെയാണെന്ന്. പക്ഷെ എനിക്ക് കഴിഞ്ഞ ദിവസം സജന പറഞ്ഞ ഒരു വാക്കിൽ നിന്ന് ഞാൻ പറയാം. സജന പറഞ്ഞ എനിക്കിപ്പോഴും ഫിറോസിക്കാട് ഉമ്മ എൻ്റെ ഉമ്മയാണ്, ഫിറോസിക്കാട് പെങ്ങന്മാര് നാത്തൂനല്ല എന്നാണ് സജന പറഞ്ഞ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടത്. അപ്പൊ അത്രയും അറ്റാച്ച്മെന്റ് ആണ് നിങ്ങൾ കുടുംബത്തില്. തിരിച്ച് ഞാനും അങ്ങനെയാണ്. നിങ്ങൾ അതാണ് ഞാൻ പറയാം, അങ്ങനെ തന്നെയാണ് അല്ലെ? നിങ്ങൾ ഫിറോസും അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ കുടുംബങ്ങളുടെ ഒരു വേദന നിങ്ങൾ കാണുന്നില്ല. അത് പോയതിൽ ഒരു സീരിയസ്ലി അത് നമ്മൾ മറ്റുള്ളവരുടെ വേദനകൾ കൂടുതൽ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്രയും വർഷം നീണ്ടതെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. കാരണം മറ്റുള്ളവർക്ക് അത്രയും വാല്യൂ കൂടെ കൊടുത്തത് കൊണ്ടാണ്, നമ്മുടെ വാല്യൂക്കാളും മറ്റുള്ളവർക്ക് കൂടെ വാല്യൂ കൊടുത്തത് കൊണ്ടാണ് ഒരുപക്ഷെ ഞങ്ങൾ ഇത്രയും വർഷം നീണ്ടുപോയത് തന്നെ. ഇനി ഇതിലും വലിയ വേദന ഞങ്ങളുടെ കുടുംബങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. മനസ്സിലായി? ഇപ്പോഴാകുമ്പം ഇന്നും സജിനയ്ക്ക് എൻ്റെ ഉമ്മയെ വിളിക്കാം, എൻ്റെ പെങ്ങളെ വിളിക്കാം, എൻ്റെ ബ്രദറിനെ വിളിക്കാം. അവരൊക്കെ അവൾക്ക് നല്ലതേ പറഞ്ഞു കൊടുക്കുള്ളൂ. തിരിച്ച് പിന്നെ സജിനാട് ഉമ്മയിൽ ദാണ്ട് ഇപ്പോൾ ഇന്ന് രാവിലെ കൂടി മെസ്സേജ് അയച്ചതേ ഉള്ളൂ. അപ്പോൾ അത്രയും സ്നേഹമാണ് എനിക്ക്. സജിനാട് ബ്രദറിനെ വിളിക്കാം, അളിയാന്നും പറഞ്ഞാണ് എപ്പോഴും വിളിക്കുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഒരു നല്ല വേയിലാണ് ഞങ്ങൾ ഈ പിരിഞ്ഞത്. മനസ്സിലായി? ഏറ്റവും ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ അറിയാവൂ. എന്തെങ്കിലും ഈ നമ്മൾ 100% സ്നേഹത്തോടെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും പിരിയേണ്ട ആവശ്യം വരുന്നില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, തികച്ചും പേഴ്സണൽ ആയിട്ട്. അതായത് ഞാനും സജിനെ മാത്രം അറിയേണ്ട കുറച്ച് വളരെ പേഴ്സണൽ. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ആ ഒരു ഇത് കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ വളരെ കൂടുതൽ സംസാരിച്ച് ഈ ഒരു സ്നേഹം, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന സ്നേഹം, ആ സ്നേഹം നിലനിൽക്കണമെങ്കിൽ ഇപ്പോൾ ഈ പിരിഞ്ഞ് നമ്മുടെ ഈ ഒരു ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറണം നമ്മൾ. എന്നാലേ ഇന്നലെ വരെ നിന്നെ സ്നേഹിച്ച, അവളെ സ്നേഹിച്ചാൽ അവൾ എന്നെ സ്നേഹിച്ചാൽ ആ ബഹുമാനത്തോടെ നമുക്ക് ഇനിയും തുടരാൻ പറ്റും എന്നുള്ള വളരെ പക്വമായ തീരുമാനത്തിലാണ് ഞങ്ങൾ എത്തിയത്. അത് ഒരു ദിവസം കൊണ്ടെടുത്ത തീരുമാനം, കുറേ മാസങ്ങളായിട്ട്, അല്ലെങ്കിൽ പൊട്ടെ വർഷം എന്ന് തന്നെ പറയാം. അത്രയും ലോങ് ടൈം ഞങ്ങൾ എടുത്ത തീരുമാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പെട്ടെന്നൊരു ദിവസം ഞങ്ങൾ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ ഒരു പക്ഷേ ഈ ചിരിച്ച മുഖം കാണണമെന്നില്ല ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ പോലും. നമ്മൾ അതുമായി അഡ്ജസ്റ്റഡ് ആയി, ആ സാഹചര്യവുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റഡ് ആയി.